കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈ പ്രൊഫൈൽ വിങ്ങറിനെ സൈൻ ചെയ്യാൻ നോക്കുന്നു. ആ ഒരു താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് പറയുന്നതാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസണിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ പൊസിഷൻ എന്ന് പറയുന്നത് കോറോസിങ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ആ ഒരു റൈറ്റ് വിങ് പൊസിഷനായിരുന്നു. സോ എന്തായാലും മിക്കവാറും ആ വിങ്ങർ എന്ന് പറയുന്നത് മിക്കവാറും ഒരു റൈറ്റ് വിങ്ങർ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഞാൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വെറുതെ കയറി ഒന്ന് നോക്കി. അതായത് 1 വർഷം കോൺട്രാക്റ്റ്, അതായത് ഇപ്പോൾ ഉള്ള ക്ലബിനോട് 1 വർഷം മാത്രം കോൺട്രാക്റ്റ് ബാക്കിയുള്ള ആ ഒരു വിങ്ങർ ആരാണ്, അതായത് ഒരു ഹൈ പ്രൊഫൈൽ വിങ്ങറാണ്. ഇപ്പം കളിക്കുന്ന ക്ലബിനോട് 1 വർഷം മാത്രമേ കോൺട്രാക്റ്റ് ബാക്കിയുള്ളൂ. സോ അങ്ങനെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കറിയാം, അങ്ങനെയാണ് ഒരു ക്ലൂ തന്ന ഒരു ജേർണലിസ്റ്റും ഒരു 2 ഹൈ പ്രൊഫൈൽ വിങ്ങറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. അതിൽ ഒരാളെ മറ്റ് ഏതോ ഒരു ക്ലബ്ബ് സൈൻ ചെയ്യാൻ അടുത്ത് ഇരിക്കുകയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു താരത്തെ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. ബട്ട് മറ്റൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ലോക്ക് ചെയ്യും എന്നേരത്തുള്ള റൂമറുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പുള്ളി അങ്ങനെയാണെന്ന് പറഞ്ഞത്. സോ എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2026 മെയ് വരെ കോൺട്രാക്റ്റുള്ള, അതായത് 1 വർഷത്തെ കറക്റ്റ് കോൺട്രാക്റ്റുള്ള ഇസാക്ക് റാൾട്ടെ, ഒഡീഷയുടെ ഇസാക്ക് റാൾട്ടെയാണ് ആ ഒരു താരമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള റൈറ്റ് വിങ്ങേഴ്സിനെയൊക്കെ ഞാൻ നോക്കി, പലരും ഫ്രീ ഏജൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇമ്രാൻ ഖാനും അതുപോലെ തന്നെ ജെറി മാവിന്താങ്കയൊക്കെ ഫ്രീ ഏജൻസാണ് അവർ. പിന്നെ ബാക്കിയുള്ളവർ 2027 28 വരെ 2 വർഷത്തെയും 3 വർഷത്തെയും കോൺട്രാക്റ്റ് ഉള്ളതാണ്. സോ 1 വർഷം കൂടെ മാത്രം കോൺട്രാക്റ്റുള്ള ഹൈ പ്രൊഫൈൽ താരങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതും റൈറ്റ് വിങ്ങറായിട്ട് കിടക്കുന്നത് ഇസാക്ക് റാൾട്ടെയാണ്. സോ എനിക്ക് മിക്കവാറും തോന്നുന്നു ഇസാക്ക് റാൾട്ടെ ആയിരിക്കാം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് വിങ് പ്ലസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവസരങ്ങൾ തുറന്ന് ലഭിക്കുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഇസാക്ക് ആയിരിക്കും ഒരു താരം. ഒഡീഷ അഭിക് ചാറ്റർജി പിന്നെ പറയേണ്ടായല്ലോ.